ഹലോ ഗൈസ്, എൻ്റെ ഫേസിന് ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കി തന്നൊരു അടിപൊളി ടോണറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യുക. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. നല്ലപോലെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്രാസ് ഹെവൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് ടോണറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് ഒരുപാടധികം ഹെൽപ്പ് ചെയ്തൊരു ടോണറാണ്. നമ്മുടെ ഈ കൊറിയൻ സ്കിന്നുകാരല്ലേ, അവർക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നൊരു ടോണറാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഫുൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഫുൾ വീഡിയോ കാണണം, കാരണം ഒരാഴ്ചയ്ക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ ഇത് പറ്റില്ല. അപ്പോൾ അത് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ. അല്ലാതെ ഡയറക്റ്റായിട്ട് ഇത് എന്താണ് എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടതെന്ന് മാത്രം കണ്ടിട്ട് യൂസ് ചെയ്യരുത്. എന്തിനു വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട് അതും മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വീഡിയോ കാണുക. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, എന്നിട്ട് മാത്രമേ നിങ്ങൾ ട്രൈ ചെയ്യാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ അല്ലാതെ നിങ്ങളിപ്പോൾ എടുത്ത് യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ പേര് പറയരുത്. കാരണം ഞാൻ ഫുൾ വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ. എൻ്റെ വീഡിയോസിൻ്റെ ലെങ്ത് വളരെ കുറവാണ്, കാരണം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യം മാത്രമായിരിക്കും വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ കുറേ ദിവസം ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഫുഡ് പോയിസൺ ആയിരുന്നു ഗൈസ്. അങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫുഡ് പോയിസണൊക്കെ ആയി. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി തൊട്ട് എല്ലാ ദിവസവും നമുക്ക് വീഡിയോസൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഫേസ് ടോണർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. ഹലോ, അപ്പോൾ നമുക്ക് ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റൈസാണ് എടുത്തിട്ടുള്ളത്. റൈസ് നന്നായിട്ട് കഴുകിയെടുക്കണം. നിങ്ങൾക്ക് ഏത് തരം റൈസ് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെള്ള അരി ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണം യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഞാനിപ്പോൾ ഒരു 3 വെള്ളത്തിലെങ്കിലും മിനിമം 3 വെള്ളത്തിലെങ്കിലും കഴുകിയെടുക്കുക. നിങ്ങൾ കഴുകിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൈസ് കഴുകുന്ന സമയത്ത് അതിലൊരു കട്ടി കളറിൽ ഒരു വെള്ളം വരും. മീൻസ് വേറൊരു കളറിലായിരിക്കും. ആ ഒരു തെളിഞ്ഞ വെള്ളം ആയിരിക്കില്ല വരുന്നത്. നമ്മൾ സാധാരണ ഒരു വാട്ടറിൻ്റെ കളറില്ലേ അതല്ല ആയിരിക്കില്ല, ഒരു വേറൊരു വെള്ള കളറിലായിരിക്കും വരുന്നത്. അതല്ല നമുക്ക് ആവശ്യം. അതെല്ലാം കഴുകി കളഞ്ഞ് അരിയെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അരിയിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു തെളിഞ്ഞ വെള്ളം, നമ്മൾ സാധാരണ ഒരു വാട്ടറില്ലേ ആ വാട്ടറിൻ്റെ കളർ ഇതുപോലെയാണ്, കറക്റ്റ് തെളിഞ്ഞ കളറിലേക്ക് വരും. അതുവരെ നിങ്ങൾ വൃത്തിയായിട്ട് ഇതിനെ കഴുകിയെടുക്കുക. അതാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് ശ്രദ്ധിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഇരട്ടി പണിയും ആവും. അവസാനം സ്കിന്ന് ചീത്തയായിട്ട് എൻ്റെ പേര് പറയരുത്. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളത് സെയിം ചെയ്ത് ആ വെള്ളത്തിന് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ ഇത് ഒരിക്കലും വെക്കരുത്. ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വെച്ചാലും കുഴപ്പമില്ല. ഇത് അപ്ലൈ ചെയ്യുന്നതിന് ജസ്റ്റ് ഒരു കോട്ടൺ പഞ്ഞി യൂസ് ചെയ്ത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അത്ര എളുപ്പമാണെന്ന് മാത്രമേ ഉള്ളൂ. പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ കോട്ടൺ ടവൽ വെച്ചിട്ട് തേച്ചാലും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മളിവിടേക്ക് ചേർക്കുന്ന അലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഓയിൽ സ്കിൻ ആണെങ്കിൽ അലോവേര ചേർക്കുന്നത് നന്നാണ്. പക്ഷേ നമുക്ക് ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ അലോവേര ചേർക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് അലോവേര ചേർക്കണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ലാതെ യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല, നല്ല റിസൾട്ട് കിട്ടാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളിത് ഒരാഴ്ച ഫ്രിഡ്ജിൽ വെക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഒരു ബോട്ടിൽ നിങ്ങൾ ഏത് പാത്രമാണ് വെക്കുന്നത് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ മുകളിൽ ഈ കറുത്ത നമ്മൾ പൂപ്പലൊക്കെ കാണാറില്ല, നമ്മൾ ഈ നെല്ലിക്കയൊക്കെ ഉപ്പിലിടാൻ വയ്ക്കുന്ന സമയത്ത് ചെറിയൊരു പൂപ്പൽ കാണാറില്ല അതിൻ്റെ മുകളിൽ, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് നോക്കുക. ഇങ്ങനെ പൂപ്പൽ വരാനുള്ള സാധ്യത ഇങ്ങനെ റൈസ് വാട്ടറിനും ഉണ്ടാവാറുണ്ട്. അതെനിക്കുണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ പൂപ്പലോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പുളിപുള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് നോർമലായിട്ടുള്ള വാട്ടറായിട്ട് തന്നെയാണോ ഇത് ഇരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എപ്പോഴൊക്കെ ഈ റൈസ് വാട്ടർ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ എടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ഒരു പൂപ്പൽ ഇതിലുണ്ടോ എന്ന് വ്യക്തമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഇത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. നമ്മൾ എന്തായാലും ഇതിനുള്ള എഫേർട്ട് എടുക്കുന്നുണ്ടോ. സോ അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക.
അപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് ഭയങ്കര അധികം ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടുള്ളൂ. എന്നിട്ട് ഫേസിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കാൻ വിടുക. എന്ന് വെച്ചാൽ നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആയിരിക്കണം, അല്ലാതെ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ഒന്ന് ഡ്രൈ ആക്കാൻ വിടുക, അത്രയും മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഡ്രൈ ആവുക, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. മസാജ് ചെയ്തെടുത്താൽ അത് സ്കിന്നിൽ അബ്സോർബ് ചെയ്യാനുള്ള അളവ് വളരെ കുറവായിരിക്കും. കാരണം അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, മീൻസ് അത് നല്ലപോലെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ സ്കിന്ന് കുറച്ചും കൂടെ എക്സ്ഫോളിയേറ്റ് ആവാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. പിന്നെ സ്കിന്ന് നല്ലപോലെ പിഗ്മെൻറ്റേഷൻ മാറുവാനും അതുപോലെ ഡാർക്ക് സ്പോട്ട് മാറുവാനും നമ്മുടെ പിമ്പിൾസ് റിമൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കും. നല്ല ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടും. അതാണ് കൊറിയൻ സ്കിൻ എന്ന് പറഞ്ഞാൽ, ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടുന്നതിന് ഇത് സഹായിക്കുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമുക്ക് ഒരു കോസ്റ്റും ഇല്ല, കാരണം നമ്മൾ വീട്ടിൽ അരി വാങ്ങിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പേരും വീഡിയോസൊക്കെ കണ്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം ഇതുപോലെ വീഡിയോസൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്തും കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, ഉമ്മ.